ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് മുൻ മന്ത്രി ടി യു കുരുവിള ആരോപിച്ചു. 10 വർഷമായി സ്റ്റേഡിയത്തിനായി നിർമ്മാണ പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ ഈ സ്റ്റേഡിയം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നെന്നും ടി യു കുരുവിള പറഞ്ഞു. ടി യു കുരുവിള സംസ്ഥാന മന്ത്രിയായിരിക്കെയാണ് ചേലാട് അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. 25 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. 400 മീറ്റർ ട്രാക്ക്, ഇൻഡോർ സ്റ്റേഡിയം, നീന്തൽക്കുളം, ഗ്യാലറി, പരിശീലന കേന്ദ്രം തുടങ്ങിയവയെല്ലാം വിഭാവനം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ അനുവദിച്ച 6 കോടിയോളം രൂപ വിനിയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മാണവും നിരപ്പാക്കലും നടത്തി. പിന്നീട് ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി പദ്ധതിക്ക് വേണ്ടി ഒരു കാര്യവും നടത്തിയിട്ടില്ലെന്ന് ടി യു കുരുവിള ആരോപിച്ചു. 10 വർഷമായി പ്രവർത്തനം പാടെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ പല കോണുകളിൽ നിന്നും മുറവിളി ഉണർന്നെങ്കിലും ഈ സർക്കാർ പദ്ധതിക്കായിട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്ത. ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള സ്ഥലത്ത് ഇപ്പോൾ പോളിടെക്നിക്കിൻ്റെ ഒരു ബിൽഡിംഗ് കൂടി ഇപ്പോൾ പണിതിരിക്കുകയാണ്. എൻ്റെ കാലത്ത് പോളിടെക്നിക്ക് അനുവദിച്ചപ്പോൾ അതിന് എല്ലാവിധ സൗകര്യം ഇപ്പോൾ ഉള്ള സ്ഥലത്തുണ്ട്. ഇത് സ്റ്റേഡിയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവിടെ ഒരു കെട്ടിടം കൂടി ഇപ്പോൾ അവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളോടൊരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. സ്റ്റേഡിയത്തിന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുമായിരുന്നു. കോതമംഗലത്തിന്റെ വികസന കുതിപ്പിന് സ്റ്റേഡിയം വഴിതെളിക്കുമായിരുന്നുവെന്നും ടി യു കുരുവിള പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ നിന്നും എയർപോർട്ടിൽ നിന്നും ചേലാട്ടിലേക്കുള്ള സ്റ്റേഡിയത്തിലേക്ക് ഉള്ള ദൂരം 25 കിലോമീറ്ററാണ്. അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള സ്റ്റേഡിയത്തിലേക്ക് 36.6 കിലോമീറ്ററാണ്. ചേലാട്ടിലേക്കുള്ളത് സ്റ്റേഡിയത്തിൽ സ്ട്രെയിറ്റായ വഴിയും യാതൊരു തടസ്സവും കൂടാതെ കൊച്ചിയിലെത്തുന്നതിന് മുമ്പേ ചേലാട്ടിൽ എത്താവുന്ന സ്ട്രെയിറ്റ് വഴിയുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.